ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ഷെയർ. ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ ഷെയർ ചെയ്യണത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബനാന ഫ്ലേവർ റെസിപ്പി, അതായത് വാഴപ്പൂ കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മിക്സി ജാറിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും ഒരു 1/2 സ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതായത് പേസ്റ്റ് പരുവത്തിലല്ല, ഒരു 2-3 വട്ടം ഒന്ന് നമുക്ക് മിക്സി ജാറിൽ ക്രഷ് ചെയ്തെടുക്കാം. വാഴപ്പൂ നന്നാക്കാൻ മടിച്ചിട്ടും അതിനൊരു ചവർപ്പുണ്ടാകുമെന്ന് വെച്ചിട്ട് പലരും ഇത് കഴിക്കാറില്ല. നമ്മൾ ഈ റെസിപ്പി വെക്കുന്ന രീതിക്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒട്ടും ചവർപ്പുണ്ടാവില്ല. ഇനി നിങ്ങൾ ഇത് എന്തായാലും വെച്ച് തുടങ്ങും. ഞാൻ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം 1/2 സ്പൂൺ കടുക്, ജീരകം 1 സ്പൂണ്, പിന്നെ ഉഴുന്നും കടലപ്പരിപ്പുണ്ടെങ്കിൽ 1/2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളെ മുറിച്ചത് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളെ മുറിച്ചതും അത് പെട്ടെന്നൊന്ന് വണങ്ങി കിട്ടാനായിട്ട് ഞാൻ അതിലോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങൾ വെളുത്തുള്ളി 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, വെളുത്തുള്ളി പേസ്റ്റ് അല്ല, 2 എണ്ണം ചതച്ചത് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് നമുക്ക് ഈ വാഴപ്പൂവിൻ്റെ കളറ് മാറാണ്ട് നല്ല അപ്പിയറൻസിൽ കിട്ടും. വാഴപ്പൂ ഇവിടെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി സോട്ട് ചെയ്ത് വന്നിട്ടുള്ള ഉള്ളിലോട്ട് ഈ നന്നാക്കി വെച്ചിട്ടുള്ള വാഴപ്പൂ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വാഴപ്പൂ നന്നാക്കുന്ന വിധം ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വാഴപ്പൂ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. പക്ഷേ പലരും നന്നാക്കാൻ മടിച്ചിട്ട് വെക്കാറില്ല. സ്ത്രീകൾ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ വശവും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ലിഡ് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് നേരം കഴിഞ്ഞു, ഞാൻ അത് എടുത്തിട്ടുണ്ട്. ലിഡ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളകി കൊടുക്കാം. വീണ്ടും ഒന്ന് ലിഡ് വെച്ച് കവർ ചെയ്ത് 1 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇപ്പോൾ 2 മിനിറ്റ് നേരം നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് കുറച്ച് വെള്ളം വറ്റി വരും. ഇതിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകമൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്രഷ് ഇവിടെ ചേർത്ത് കൊടുക്കണം. പേസ്റ്റ് പരുവത്തിലല്ല, വെള്ളം ചേർക്കാണ്ട് വേണം നിങ്ങളതൊന്ന് ചതച്ചെടുക്കാൻ. അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ചതച്ചെടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഇതൊന്ന് കവർ ചെയ്തിട്ട് 1 മിനിറ്റ് നേരത്തും കൂടി നിങ്ങളൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മൊത്തം ഇതെല്ലാം തന്നെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം 3 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഇത് കുക്ക് ചെയ്യുന്നുള്ളൂ. ചിലരിത് കുക്കറിലൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു കാര്യം, നമ്മളിത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അടുത്തതായിട്ട് ഒന്ന് കവർ ചെയ്യാണ്ട് 1 മിനിറ്റ് നേരം കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മൊത്തത്തിൽ 4 മിനിറ്റ് നേരത്തോളം ഇത് കുക്ക് ചെയ്താൽ മതിയാകും. പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഫൈബർ ഇത് ഒട്ടനവധി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫുഡ് ഐറ്റം നമ്മുടെ കിഡ്നി ഫംഗ്ഷനും പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഫുഡ് ഐറ്റം കൂടിയാണ്. സ്ത്രീകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കുന്നത് നല്ലതാണ്. കാരണം യൂട്രസിൻ്റെ ഹെൽത്തിനും പിന്നെ പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് വന്നിട്ട് പാൽ ഉൽപ്പാദനം കൂട്ടാനും എല്ലാം ഇത് യൂസ്ഫുൾ ആയിരിക്കും. വെയിറ്റ് ലോസ് ഡയറ്റിംഗ് ഇരിക്കുന്നവർ ആഴ്ചയിലെങ്കിലും ഒരിക്കലെങ്കിലും 1-2 വട്ടം ഇത് കഴിക്കുക. PCOD ഉള്ള പെൺകുട്ടികളും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാണ്ട് ഒട്ടനവധി ഉപയോഗങ്ങൾ. ഇതെങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടി പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലിക്ക് ടു ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് മറ്റും ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഗുഡ് ബൈ.